ഒരുപാട് സന്തോഷമുള്ള മുഖങ്ങൾ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ്. എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഇന്നും ഫിജി കാർഡിന്റെ പ്രോഗ്രാം കേൾക്കുന്ന സമയത്ത് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫിജി കാർഡിൽ ഇപ്പോഴും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അത് എന്തുകൊണ്ടാ പറയണേന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇതിൽ പല വ്യക്തികളും ഉണ്ട്. 2.5 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു, 3 വർഷത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2017 ഫെബ്രുവരി 14 ഫിജി കാർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയൊരു ബന്ധം. ഏകദേശം 7 വർഷത്തിൽ കൂടുതലായി. അതിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 10ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ കിട്ടുന്ന 5 ലക്ഷം രൂപയുടെ റൈഡർ ഫണ്ട് 2 തവണ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ദുബായിലും ഒന്ന് ഇന്ത്യയിലും. സോ എന്താ പറയാ, ഒരുപാട് സന്തോഷം. അതില് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിൽ 15 വർഷത്തെ എംപ്ലോയ്മെന്റ് കരിയർ നോക്കിയാൽ ഒരു എംപ്ലോയി ടു ഒരു ഓൺട്രപ്രനർ എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ ഒരു കമ്പനിയുടെ പേരാണ് ഫിജി കാർഡ്. ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങുമെന്നോ അല്ലെങ്കിൽ ആ ബിസിനസ്സിലൂടെ വിജയിക്കാൻ പറ്റുന്ന സ്വപ്നം പോലും കാണാതെ നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ജോലിയാണ് ഏറ്റവും വലിയ സംഭവം എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരണേ. അപ്പൊ നേരത്തെ മാഡം പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ടാവും. കാരണം വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടാവില്ല, കുടുംബക്കാരുടെയും ബന്ധുക്കാരുടെയും കാര്യങ്ങളുണ്ടാവും. കാരണം അത്യാവശ്യം ഒരു 3-4 ലക്ഷം രൂപ മന്ത്ലി സാലറി ഏൺ ചെയ്യുമ്പോഴാണ് ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഞാനൊരു കാര്യം, ഇതിൽ പുതിയതായിട്ട് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് തുടങ്ങി, കിട്ടിയാൽ കിട്ടട്ടെ, വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാരണം വൈഫ് അവിടെ ഉണ്ട്, ഫാമിലി അവിടെ ഉണ്ട്. വൈഫ് ഒരു സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ പാരന്റ്സ് ലണ്ടനിൽ സെറ്റിൽഡ് ആയിട്ട് അവരവിടെ നിൽക്കുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിജി കാർഡ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ വലിയ സപ്പോർട്ടൊന്നും ഇല്ല. പക്ഷെ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ മീറ്റിംഗ് കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ എല്ലാരും പറയാ എന്താ കാശ് ഉണ്ടാക്കാനാ കഷ്ടപ്പെടുന്നതെന്ന് പറയൂലേ. പക്ഷെ പൈസ ഉണ്ടാക്കാനെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത്. സത്യമാണോ അല്ലയോ? പക്ഷെ പലപ്പോഴും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കാശുള്ളവന് സമയമില്ല, സമയമുള്ളവന് കാശുമില്ല. വർഷത്തിലൊരിക്കൽ ലീവിന് വരണമെന്ന് ആഗ്രഹിച്ച എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനും നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ബിസിനസ്സുമാണ് ഫിജി കാർഡ് എന്നുള്ള തിരിച്ചറിവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത്. കാരണം ഈ ഒരു മീറ്റിംഗ് 1000 പേര് പങ്കെടുക്കുന്ന ഇതേപോലത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ മുന്നത്തെ മാസം ഞാൻ കമ്പനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തപ്പോ, ഞാൻ ആ സമയത്ത് UK-യിലായിരുന്നു, ലണ്ടനിലായിരുന്നു ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. ഇന്ന് ഞാനിപ്പോ ഇന്ത്യയിലുള്ള, ഞാൻ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടോ, നമ്മളെപ്പോഴും പറയില്ലേ വേറെവർ യു ഗോ യുവർ ബിസിനസ് വിൽ ബി ദേർ എന്നാ പറയണേ. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഫിജി കാർഡാണ്. മറ്റേത് ജോലിയിലും ലീവിന് വരുമ്പോൾ വരുമാനം ഉണ്ടാവില്ല, ലീവ് കഴിഞ്ഞ് പോയാൽ മാത്രമായിരിക്കും വീണ്ടും സാലറി സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ പോലും നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതാണ് സുഹൃത്തെ ഫിജി കാർഡ്. കാരണം പണ്ടൊക്കെ മലപ്പുറത്തുള്ള ഒരു 18 വയസ്സ് തികയുമ്പോഴേക്കും പാസ്പോർട്ട് എടുക്കുക, അപ്പൊ ഗൾഫിലേക്ക് പോവാന്നായിരുന്നെങ്കിൽ ഇന്ന് മലപ്പുറത്തുള്ള അല്ലെങ്കിൽ മഞ്ചേരി അല്ലെങ്കിൽ അവിടെയൊക്കെ പ്രോഗ്രാം സെന്ററിൽ എന്ന് പറയുന്ന കേൾക്കുമ്പോഴാണ് കൊതിയാവണേ. പണ്ട് പാസ്പോർട്ടാണ് വേണമെന്നെങ്കിൽ സുഹൃത്തിന്റെ പാസ്വേഡ് മതി എന്നാ പറയണേ. പക്ഷെ ആ പാസ്വേഡ് ഫിജി കാർഡിന്റെ മതി എന്നാ പറയണേ. ആലോചിച്ചൊക്കെ ലൈഫില് ചിന്തിക്കുന്നതിന് മേലെ നമുക്ക് സക്സസ് കൊണ്ടുവരുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമില് എന്താണ് ഫിജി കാർഡ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ, പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എനിക്ക് വേണമോ വേണ്ടയോ എന്നുള്ളത് അവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. പുതിയതായിട്ട് വന്ന പല വ്യക്തികൾക്ക് ഉണ്ടാവും, പല സുഹൃത്തുക്കളുടെ നിർബന്ധത്തിലെ വന്നിട്ടുണ്ടാവുക, എടാ അടിപൊളി ഒരു പ്രോഗ്രാം ഉണ്ട്, കേട്ടു നോക്ക്, വേണമെങ്കിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ഒരു വെയ്ക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം, ഈ കമ്പനിയിൽ 7 വർഷം ഇത്രയും സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാനും ഫാമിലിനെ വരെ വിട്ടുനിന്ന് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇന്ന് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, എന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ ഈ കമ്പനിനെ വിശ്വസിക്കാനും സ്നേഹിക്കാനും തയ്യാറായി എന്നുള്ളത് മാത്രമാണ്. പലരുടെയും പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ തുടങ്ങുമ്പോഴേക്കും അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമ്മൾ കോടീശ്വരനാവണമെന്ന് ചിന്തിക്കുന്ന ഒരു ക്വിക്ക് റിച്ച് സ്കീം അല്ല ഫിജി കാർഡ്. മറ്റേത് ബിസിനസിനെ പോലെയും ഇതൊരു ബിസിനസ്സാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്നറിയോ, നമ്മളെ നാട്ടിലെ ലക്ഷങ്ങളിൽ ലാഭം കിട്ടുന്ന ബിസിനസ് ആണെങ്കിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലേ സുഹൃത്തെ. 1000 മുടക്കി നമ്മളെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിന്ന് വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടുന്ന ബിസിനസിന്റെ പേരാ ഫിജി കാർഡ്. നിങ്ങൾക്കത് മനസ്സിലായോന്നറിയില്ല. നമ്മളെ വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ, നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, വർഷങ്ങളായിട്ട് എത്ര കടകളിൽ നിന്ന് നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഒരു കടക്കാരൻ സ്ഥിരം മേടിക്കുന്ന കടക്കാരനാണെങ്കിൽ പോലും 50 പൈസ ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ ആ കടക്കാരൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്താ പറഞ്ഞേ, അടുത്ത പ്രാവശ്യം തന്നാ മതി എന്നാ പറഞ്ഞേ.
നമ്മളെ വീട്ടിലെ ബ്രാൻഡ് ഇപ്പൊ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിന് പകരം ഫിജിക്കാർട്ടിന്റെ 100% പ്യുവർ ആയുർവേദിക് ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് മാറ്റി ഉപയോഗിച്ചു. മാർക്കറ്റ് പ്രൈസിനേക്കാളും കോമ്പറ്റീറ്റീവ് പ്രൈസ് കിട്ടി ഉപയോഗിച്ചപ്പോ നമുക്ക് ഗുണം കിട്ടി. നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിൽ എന്താ തെറ്റുള്ളേ? ഒന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തെ, നമ്മുടെ നാട്ടില് ഇന്ന് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ കോഴിക്കോട് ബീച്ചിൽ ഒരു ഉന്തുവണ്ടി കച്ചവടം ചെയ്യണമെങ്കിൽ പോലും ഇന്ന് 1 ലക്ഷം രൂപ കോർപ്പറേഷനിൽ കെട്ടിവെക്കണം ഇല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കൊരു അവസരം കിട്ടുകയും ആ അവസരം ഏറ്റെടുത്താൽ ലൈഫ് സക്സസ് ആകുമെന്ന് പറയുമ്പോൾ പല വ്യക്തികൾക്കും വിശ്വാസം ഉണ്ടാവില്ല. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ പറയുന്നതെല്ലാം ചെയ്യുന്നതാണോ എന്ന് ചോദിക്കൂലേ? ഒന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തെ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാ? നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതിന്റെ പേരില. എന്നാൽ നമുക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ലോ. നമുക്കും ആഗ്രഹമുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം, ഒരു സമ്പത്തുള്ള രീതിയിൽ ജീവിക്കണം എന്നൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്. ജീവിതത്തിലെ 90% പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ പണമാണെന്ന് നമുക്കും അറിയാം. 10% പടച്ചവന്റെ കയ്യിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ എന്തിനാ കോംപ്രമൈസ് ചെയ്യാം? കോംപ്രമൈസും സാക്രിഫൈസും ലൈഫ് എന്ന് കഴിഞ്ഞ 5 വർഷം മുന്നേ എനിക്ക് നിങ്ങളുടെ മുന്നിൽ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ തെളിവുകൾ എടുത്താൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്വപ്നം കാണാൻ പഠിപ്പിച്ച കമ്പനിയാ സുഹൃത്തെ ഫിജിക്കാർട്ട്. കാരണം ഇത്രയും ആത്മാർത്ഥതയോടെ എനിക്ക് പറയാൻ പറ്റുന്നതിന്റെ ഒറ്റ കാരണം ഇവർ ഓരോരുത്തരും വളർന്നതും ഇവർ ഓരോരുത്തരും നേടിയതും കൺമുന്നിൽ കണ്ടതാ. കാരണം 15 പ്രോഡക്റ്റില് ഫിജിക്കാർട്ട്.com എന്ന കമ്പനി ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കണ്ട ഏറ്റവും വലിയ ലീഗൽ പാർട്ട് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് DSA UAE എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അൽ ഷെയ്ഖ് എന്ന് പറഞ്ഞ വ്യക്തി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണെന്നും ആ ഇൻഡസ്ട്രിയുടെ സാധ്യത എന്താണെന്നും വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഫിജിക്കാർട്ട്.com ഡയറക്ട് സെല്ലിംഗ് അപ്രൂവൽ ഉള്ള ഒരു കമ്പനി. കിട്ടുന്ന വരുമാനം കിട്ടിയിരുന്നത് എന്റെ കയ്യിൽ ഇപ്പൊ അത് കാണിക്കാനില്ല, പക്ഷെ ഞാനെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ തരാം. ഫിജിക്കാർട്ടിന് ഒരു ATM കാർഡ് ഉണ്ടായിരുന്നു. ഫിജിക്കാർട്ടിന്റെ ATM കാർഡ് കിട്ടണമെങ്കിൽ ദുബായ് പോലീസ് അടക്കം UAE സെൻട്രൽ ബാങ്കിന്റെ അടക്കം അപ്രൂവലോട് കൂടി മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ATM കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കിട്ടുന്ന വരുമാനം ഫിജിക്കാർട്ടിന്റെ ATM വഴി വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ളതാണ് ആദ്യത്തെ കോൺഫിഡൻസ്. UAE ഏകദേശം 11,000-ഓളം വരുന്ന ഇ-കൊമേഴ്സ് കമ്പനി എന്ന് എന്താണ് ഫിജിക്കാർട്ടിനെ മാറ്റി നിർത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് ഒരൊറ്റ കാര്യം ചെയ്തുള്ളൂ. എന്താണ്? 11,000-ഓളം വരുന്ന ഇ-കൊമേഴ്സ് കമ്പനി എന്ന് ജനപങ്കാളിത്തത്തോട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഇ-കൊമേഴ്സ് കമ്പനിയാണ് ഫിജിക്കാർട്ട്. നിങ്ങളെയും എന്നെയും പോലുള്ള ഓരോ വ്യക്തികളെയും ബിസിനസ് പാർട്ട്നേഴ്സ് ആക്കിക്കൊണ്ട് ആ ഓരോ വ്യക്തികൾക്കും വരുമാനം നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. പലരും ചിന്തിക്കുന്നത് എന്താ അറിയോ, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വന്നു, കുറെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അതിന് വരുമാനം ഒരു ടീം ഡെവലപ്പ് ചെയ്താൽ നമ്മൾ സക്സസ് ആവും. ഒരിക്കലും അല്ല. ഭാവിനെ ആർക്കാണോ മുൻകൂട്ടി കാണാൻ പറ്റുന്നത് അവരാണ് സുഹൃത്തെ വിജയിക്കണേ. നമ്മളെപ്പോഴും പറയാറില്ലേ, ഫ്യൂച്ചർ ബിലോങ്സ് ടു പീപ്പിൾ ദോസ് ഹു ക്യാൻ ഏബിൾ ടു പ്രെഡിക്ട് ദ ഫ്യൂച്ചർ എന്ന. 2017 ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 പ്രോഡക്റ്റ് ഉള്ള കമ്പനി അന്ന് സിമന്റ് ചാക്ക് വരെ കിട്ടുമെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ആ സമയത്താണ് ഫിജിക്കാർട്ട്.com നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അരി വരും, മുളക് വരും, മല്ലിപ്പൊടി വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇന്നത് യാഥാർത്ഥ്യമായി, ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളായി. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് എന്താ, ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ ഫിജിക്കാർട്ട് അത്രയും ആയിട്ടില്ലല്ലോ എന്ന്. ഫിജിക്കാർട്ട് അത്രയും ആയതുകൊണ്ട് എന്താണ് സുഹൃത്തെ നമുക്കുള്ള നേട്ടം? 15ഓളം പ്രൊഡക്റ്റ് മാത്രമുള്ളപ്പോ അത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ അച്ചീവ്മെന്റിലേക്ക് എത്താൻ എന്നെ പോലെയുള്ള മറ്റു പലർക്കും സാധിച്ചത്. ആണോ അല്ലയോ? കമ്പനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് അറിയപ്പെടണമെങ്കിൽ വെറും 1-2 വർഷങ്ങൾ മാത്രം മതി. ആ 1-2 വർഷങ്ങൾ കൊണ്ട് നമ്മളൊക്കെ ഓരോരുത്തർക്കും നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടിയെടുത്ത് ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. അതാണ് റൈറ്റ് ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ റൈറ്റ് ടൈമിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നറിയോ, ഒരു സാധാരണക്കാരായിരുന്ന 5 വർഷം മുന്നേ ഒരു തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വീട്ടമ്മ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് സുഹൃത്തെ ആറ്റ്ലക്സ് എന്ന് പറഞ്ഞ കൺവെൻഷൻ സെന്ററിൽ വെച്ച് 50 ലക്ഷം രൂപയുടെ നമ്മൾ നേരത്തെ റിവാർഡിൽ പറഞ്ഞ ഫണ്ട് അടക്കം 3 കോടി രൂപയ്ക്ക് മേലെ വരുമാനം വാങ്ങിച്ചേ. അവൻ ആരായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. NSKM ബാങ്കിൽ നിൽക്കുന്ന സ്വപ്ന ചേച്ചിയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ജോബ് യോഹന്നൻ 5 വർഷം മുന്നേ ആരായിരുന്നു ചോദിച്ചാൽ സാധാരണക്കാരായിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മാത്രമായിരുന്നു. ഇന്ന് അദ്ദേഹം ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ കമ്പനീന്റെ 12 റാങ്കും അച്ചീവ് ചെയ്ത് ഈ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ റൈഡ് ഓഫ് ഫണ്ട് അടക്കം ഇന്ന് ഓരോ ട്രിപ്പും ക്വാളിഫൈ ചെയ്ത കമ്പനീന്റെ ഇയർലി പ്രോഫിറ്റിന്റെ ഷെയർ ഹോൾഡറാണ്. ഒരു പഞ്ചർ കടയിൽ പഞ്ചർ ഒട്ടിച്ചിരുന്ന ഒരു സാധാരണക്കാരായിരുന്ന മിസ്റ്റർ അനിൽ കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇന്ന് ഫിജിക്കാർട്ട് ഏത് റാങ്കിലാണ് നിൽക്കണം നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. ഏത് കോടതിക്ക് വേണ്ട തെളിവുകളാണ് സുഹൃത്തെ നിങ്ങളുടെ മുന്നിൽ. നമ്മളൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന, സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനും ഉള്ള ഒരു കോൺഫിഡൻസ് മാത്രം പോരെ.
കാരണം ആ കോൺഫിഡൻസ് എവിടെന്നാ കിട്ടുക അറിയോ? വിജയിച്ച ആൾക്കാരുടെ കൂടെ കൂടിയാ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 169 വർഷത്തെ പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തി, അദ്ദേഹം ബിസിനസ്സിൽ വിജയിച്ച വ്യക്തിയാണ്. ഒരുപാട് സംരംഭങ്ങളുണ്ട്, വർഷങ്ങളുള്ള പാരമ്പര്യമുള്ള വ്യക്തിയാണ്. വിജയിച്ച വ്യക്തിയുടെ കൂടെ ചേർന്നാൽ വിജയിക്കുമെന്നുള്ള ഗ്യാരണ്ടി അല്ലേ? ആ ഒരു ഗ്യാരണ്ടി ഉള്ള പ്രൊജക്റ്റിലേക്ക് നമ്മൾ എടുക്കുന്ന റിസ്ക് എന്താ? ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാനും മാസത്ത് അല്ലെങ്കിൽ എല്ലാ മാസവും വീട്ടിലേക്ക് മേടിക്കുന്ന സാധനങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ ആ കടയൊന്ന് മാറ്റി വാങ്ങിക്കാൻ തയ്യാറാവാനുള്ള ചങ്കൂറ്റം, ഇത്രയല്ലേ വേണ്ടുള്ളൂ. ആലോചിച്ചൊക്കെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സീരിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനു വേണ്ടി ഞാൻ ഫിജിക്കാർട്ട് ചെയ്യണം? വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ആദ്യത്തെ ഒരു 3-4 വർഷം പാർട്ട് ടൈം ആയിട്ട് നിന്ന് ചെയ്തുകൊണ്ട് വലിയ സീരിയസ് ആയിട്ടൊന്നും ചെയ്തില്ല. ബിസിനസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഇതും അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മളെപ്പോഴും പറയില്ല, ഒരുപാട് അറിവുണ്ടെന്ന് ചിന്തിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിൽ ഒരു തിരിച്ചറിവായിട്ടായിരിക്കും പലപ്പോഴും പല പ്രോജക്റ്റുകളും അവസരങ്ങളും കടന്നു വരിക. ശരിയാണോ അല്ലയോ? ഈ ഇരിക്കുന്ന പല വ്യക്തികൾക്കും എത്രമാത്രം സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ മക്കളുടെ കാര്യങ്ങൾ നോക്കി, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി, അവൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫാക്ടറി ഇല്ലാത്ത ഒരു ബിസിനസ് അല്ലേ സുഹൃത്തെ ഫിജിക്കാർട്ട്? അവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലേ? ഇന്ന് 10,000 വരുന്ന സ്ത്രീകൾ ഇന്ന് ഫിജിക്കാർട്ട് മന്ത്ലി പെർഫോമൻസ് ബോണസ് മേടിക്കുന്നുണ്ടെങ്കിൽ, അതിൽ സ്വന്തം ഫാമിലിന് ഇൻഷുറൻസ് അടക്കം കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, അത് ഫിജിക്കാർട്ട് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. ആണോ അല്ലയോ? ഞാൻ യാഥാർത്ഥ്യമാ പറയണം, റിയാലിറ്റിയാ പറയണം. കാരണം എനിക്ക് ബിസിനസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു ബിസിനസ് ഫിജിക്കാർട്ട്.com. പക്ഷെ അതിനെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും വിശ്വസിക്കാനും തയ്യാറായി എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങനെ സ്നേഹിക്കാനും വിശ്വസിക്കാനും തയ്യാറായപ്പോൾ അച്ചീവ്മെന്റുകൾ വന്നപ്പോൾ ഇന്ന് ആൾക്കാർ അംഗീകരിക്കാൻ തുടങ്ങി. ഫിജിക്കാർട്ടിലൂടെ ഏകദേശം 4ഓളം ഇന്റർനാഷണൽ ട്രിപ്പുകൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രം, അത് ഇന്റർനാഷണൽ, ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ ഗൾഫിൽ നിന്ന് കേരളത്തിൽ വരുന്ന പോലെയാണെങ്കിൽ മിനിമം ഒരു 5-6 തവണ നമ്മൾ ഫോഗ് റിസോർട്ട് അടക്കം നമ്മൾ കോൺടെസ്റ്റുകൾ വിൻ ചെയ്ത് ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പുകൾ അടക്കം യൂറോപ്പിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന ലൈഫില് പൈസ മാത്രമല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് ഫിജിക്കാർട്ട്. ഇപ്പൊ തായ്ലൻഡ് ട്രിപ്പിലേക്ക് പോകാൻ വേണ്ടി ആൾക്കാരെല്ലാം റെഡി ആയിരിക്കുന്നു. എന്റെ സുഹൃത്തെ, നിങ്ങൾക്ക് ഒരു പാസ്പോർട്ടിൽ 2-3 പാസ്പോർട്ട് വേണ്ടി വരും. കാരണം പേജ് സ്റ്റാമ്പ് കഴിഞ്ഞിട്ട് തീരേണ്ടി വരും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പല വ്യക്തികളും ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിയുമ്പോൾ ഇനി എന്താ ഇനി ചെയ്യാനുള്ളത്? ജീവിതമൊക്കെ കഴിഞ്ഞോ? ഇനിയൊക്കെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്ന സമയത്താണ് സുഹൃത്തെ 74-ാമത്തെ വയസ്സിൽ ഞങ്ങളെ കൂടെ ഒരു ഗോവിന്ദൻ സാറുണ്ട്. റിട്ടയർമെന്റ് കഴിഞ്ഞ് റിട്ടയർമെന്റ് ലൈഫിൽ ഇന്ന് കമ്പനിയുടെ സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയാണ് സുഹൃത്തെ പാഷൻ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇനിയും എന്തൊക്കെയോ നേടാനുണ്ട്. അവിടെ പൈസ മാത്രമല്ല, ഫിജിക്കാർട്ട് എന്നുള്ള ബിസിനസ്സിൽ സാമ്പത്തിക ഭദ്രതയോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ? നമ്മളൊക്കെ പറയില്ലേ, ഒറ്റയ്ക്കാണ് നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്കും എന്റെ കുടുംബത്തിന് മാത്രമേ ഗുണമുള്ളൂ. പക്ഷെ ഫിജിക്കാർട്ട് എന്നൊരു ബിസിനസ് ഏറ്റെടുത്തത് കൊണ്ട് എന്റെ വാക്കോ പ്രവൃത്തിയോ എന്റെ കൂടെ വന്ന ഓരോ വ്യക്തികൾക്കും ഗുണകരമായിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അൾട്ടിമേറ്റ് സക്സസ് ഓഫ് എ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിത വിജയം. നമ്മൾ ജീവിക്കുമ്പോൾ സിഗ്നേച്ചർ ഇട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫിജിക്കാർട്ടിലൂടെ സാധിക്കുമെന്നുള്ള ഗ്യാരണ്ടിയാണ്. ആണോ അല്ലയോ? നിങ്ങൾ ആലോചിക്കും, ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും കാർ എടുക്കുമ്പോഴും ഇതിലിരിക്കുന്ന ഓരോ വ്യക്തികളും റാങ്കുകൾ അച്ചീവ് ചെയ്യുമ്പോഴും എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കൈയടിക്കുന്ന, സ്നേഹിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന. എന്തുകൊണ്ടാ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ആ ഒരു റാങ്കിലേക്ക് എത്തും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ സ്വപ്നങ്ങളിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ടാ. ഒരു നോർമൽ ബിസിനസ് MA യൂസഫ് അലി ഒരു BMW മേടിച്ചാലോ ഒരു മെഴ്സിഡസ് ബെൻസ് മേടിച്ചാലോ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം അദ്ദേഹം കാശ് വാങ്ങിയും മേടിക്കും. പക്ഷെ ഫിജിക്കാരിൽ ഓരോ റാങ്കുകൾ കഴിയുമ്പോഴും ഓരോ ലീഡേഴ്സ് അത് അവർ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ വീണ്ടും സന്തോഷവും നമ്മുടെ ആത്മവിശ്വാസവും കൂടുന്ന. എന്താ ആത്മവിശ്വാസം എന്നറിയോ? ഞാനും അത് നാളെ സ്വായത്തമാക്കും, നാളെ ഞാനും അത് സ്വന്തമാക്കും എന്നുള്ള ചങ്കൂറ്റം. ആണോ അല്ലയോ? ഫിജിക്കാർട്ട് എന്ന് പറയുമ്പോൾ ഇനിയും അത് പറയാൻ കാരണം എന്താ അറിയോ? 1000 കുടം വെള്ളം ഒഴിച്ചാലും കെടാത്തൊരു തീ ഇന്ന് ഉള്ളിന്റെ ഉള്ളിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫിജിക്കാർട്ട് ഒരു പ്രോഗ്രാം പറയുമ്പോൾ ഇന്ന് ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു അവസരത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ പേരാ പറയാ. എന്തുകൊണ്ടറിയോ? നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസ് ചെയ്യണതേ ബുദ്ധി കൊണ്ടല്ല, ഹൃദയം കൊണ്ടാ. ഹൃദയം കൊണ്ട് ഫിജിക്കാർട്ട് എന്ന് പറഞ്ഞ ബിസിനസ് ഏറ്റെടുത്ത ഓരോ വ്യക്തികളും ഈ കമ്പനീന്റെ ഓരോ റാങ്കുകളും അച്ചീവ് ചെയ്ത് കൂടെയുള്ള ഒരു വ്യക്തിനെ നമ്മളൊന്ന് ആലോചിക്കുക. ഒരു കൂടപ്പുറപ്പ് പോലും കൂടെ നിൽക്കാത്ത ഈ ഒരു കാലഘട്ടത്തില് ഒരു സുഹൃത്തിനെ ബന്ധുവിനെ വിളിച്ചിട്ട് ഒരു അവസരമുണ്ട് ഒരുമിച്ച് നിൽക്കാന്ന് പറയുമ്പോ അങ്ങനെ കാണുന്നവരെ കൂടെ നിർത്തിയാൽ മതിയില്ലേ? അല്ലാത്തവർ എന്തിനാ നമ്മൾ കൊണ്ടുവരുന്നേ? നമ്മുടെ സമയം, നമ്മുടെ ടാലന്റ് നമ്മളെ കൂടെ വരുന്നവർക്കും കൂടി വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഫിജിക്കാരിലൂടെ സാധിക്കുന്നത് കൊണ്ടല്ലേ.
അപ്പോ ഈ ഒരു ബിസിനസിന്റെ സാധ്യതയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ. കമ്പനി ബെസ്റ്റ് കമ്പനിയാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫാക്ടറി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ 2-3 മാസം മുന്നേ ഗൾഫിൽ ദുബായിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരന്റെ വീടിന്റെ ഹൗസ് വാമിങ്ങിന് വിളിക്കുന്നത്. ചുമ്മാ ചോദിച്ചത് അറിയാ പെയിന്റ് അടിച്ചോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഇല്ല, അടിക്കാൻ പോവാ പറഞ്ഞു. ഒരു കാര്യം, എന്റെ ഒരു ഷോപ്പിന്റെ ലിങ്ക് അയച്ചു തരാം, നിനക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അത് നോക്കി വാങ്ങിച്ചോ, നിനക്ക് പെയിന്റോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളോ ഹോം അപ്ലയൻസസോ ഫാനോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ആ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചപ്പോഴേ ലോകത്തിന്റെ ഏതോ കോണിൽ ഇരുന്നുകൊണ്ട് ഞാൻ അതിന്റെ റീറ്റെയിൽ കമ്മീഷൻ ഞാൻ അതിൽ ഏൺ ചെയ്തു. കാരണം എന്താ അറിയോ, ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച് വെച്ചില്ല, ഞാൻ സ്റ്റോക്ക് ചെയ്തില്ല, ഞാൻ സാലറി കൊടുത്ത് സ്റ്റാഫിനെ വെച്ചില്ല, ഞാൻ അക്കൗണ്ട്സ് നോക്കിയില്ല, ബാങ്ക് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ജസ്റ്റ് റെഫർ ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് എനിക്ക് അർഹതപ്പെട്ട കമ്മീഷൻ അടുത്ത ദിവസം ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നവരേക്ക് ഈ ബിസിനസ്സിൽ സുഹൃത്തെ ഞാൻ ഒരു റിസ്ക്കും എടുത്തില്ല. ഇത്രയും റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് വേറെ കാണിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുക്കണമെങ്കിൽ ലക്ഷങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അവർ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ, തേയിലപ്പൊടി തുടങ്ങി, അരി തുടങ്ങി, പഞ്ചസാര തുടങ്ങി, വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ, ഇലക്ട്രോണിക്സുകൾ അടക്കം ഇന്ന് വരുന്ന 23-ൽ കൂടുതൽ വരുന്ന ഔട്ട്ലെറ്റുകളുടെ അടക്കം പ്രോഫിറ്റിന്റെ ഷെയർ ഹോൾഡർ നിങ്ങളും ഞാനും. കമ്പനിയുടെ 3ാമത്തെ റാങ്ക് മുതൽ ആണോ അല്ലയോ? അപ്പോ മനസ്സിലാക്കുക എന്താണ് ഇതിന്റെ സാധ്യത എന്ന് മനസ്സിലാക്കുക. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള ഒരു സമയമാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചൊക്കെ, മര്യാദയ്ക്ക് നമുക്കൊന്ന് ഒരു ദിവസം ഒരു വയ്യായിക വന്നൊരു 4 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നാൽ തീരാവുന്ന സാമ്പത്തിക ഭദ്രതയുള്ളൂ സുഹൃത്തെ ഇന്നൊരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ശരിയാണോ അല്ലയോ? അപ്പൊ നമ്മുടെയൊക്കെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ടൈമിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വരുമാനത്തിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ കിട്ടുന്ന വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെലവാക്കാനും നമ്മുടെ തലമുറകളുടെ ലൈഫ് സെറ്റിൽ ചെയ്യാനും പറ്റുന്ന ഒരു അവസരമാണ് ഫിജി കാർട്ട്. ഒന്നും ചോദിക്കുന്നില്ല, ഒരു 3 വർഷം സീരിയസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഫിജി കാർട്ടിനോട് വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ എന്താ കാരണം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് അറിവുണ്ടെന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവായിരുന്നു ഫിജി കാർട്ട് എന്ന് പറയാനുള്ള കാരണം അത് മാത്രമേ ഉള്ളൂ. കോവിഡിന്റെ സമയം കിട്ടുന്ന സാലറി പലപ്പോഴും കിട്ടാതെ വന്നു, വരുമാനങ്ങൾ കുറഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ചു, നിങ്ങൾക്കും എനിക്കും സ്വന്തമായിട്ടുള്ളത് 100% അറിയാം അല്ലേ? ഒരു വെളുപ്പാൻ കാലത്ത് എന്ത് സംഭവിക്കുന്ന ഒരു ഗ്രാമം പോലും ഇല്ലാതായതാണ് നമ്മുടെ കൺമുന്നിൽ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ. ഈ ഒരു സമയത്ത് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഈ ഒരു ലൈഫിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ സമയത്തിന്, നമ്മുടെ ജോലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ, ഞാൻ 15 വർഷം ജോലി ചെയ്ത കമ്പനിയിൽ എനിക്ക് നാളെ ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? ഇങ്ങനെ 15 വർഷം ജോലി ചെയ്ത് എന്തെങ്കിലും തരണം പറഞ്ഞാൽ ഒന്നും തരില്ല. തരുമോ? 1 രൂപ തരില്ല. കാരണം എന്താ? ജോലി ചെയ്യുമ്പോൾ സാലറി മാത്രം തന്നോ? പക്ഷെ ഫിജി കാർട്ട് ഒരു കാര്യം തന്നു, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ബിസിനസ്സിന് നിങ്ങൾക്ക് 6 രീതിയിലാണ് വരുമാനം തരണേ. നിങ്ങൾ ആ പ്ലാനിൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ് ഇപ്പോഴും ചിന്തിക്കാതെ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ആദ്യം മേടിക്കുന്ന പ്രൊഡക്റ്റിന് റീറ്റെയിൽ കമ്മീഷൻ തുടങ്ങി റിവാർഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെയിൽസിന് 6 വരുമാനം തരുന്നുണ്ടെങ്കിൽ ആ 6 വരുമാനം കമ്പനിയുടെ 13 റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ആണ് അവിടെ സംഭവിക്കണേ. ആണോ അല്ലയോ? അവിടെ ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്റെ 2-3 സുഹൃത്തുക്കളൊന്നും തുടങ്ങിയ ബിസിനസ് ആ ഫിജി കാർട്ട്. പറയാൻ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, അളിയാ വീട്ടിലേക്ക് മേടിക്കുന്ന എത്രയോ സാധനങ്ങൾ നമ്മൾ പലപ്പോഴും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒരു തവണ നമ്മൾ പലപ്പോഴും വേണ്ടാന്ന് വെച്ച് ഒഴിവാക്കാവുന്ന പല പൈസകളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഒരു അവസരമുണ്ട്, ഒന്ന് ചെയ്തു നോക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാനുള്ള സന്മനസ്സോടുകൂടി ഒന്ന് തുടങ്ങുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ 1-2 സുഹൃത്തുക്കളൊന്നും തുടങ്ങിയ ബിസിനസ് ഫിജികാർട്ട്.com ഇന്ന് 10-15,000-ൽ കൂടുതൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റ കാര്യം മാത്രമേ എനിക്ക് തെളിവ് സഹിതം നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഏതെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലായാലും, അല്ലെങ്കിൽ എന്റെ പ്രസൻസ് ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ പോലും എന്റെ ഭാര്യയും മക്കളും ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ലാണ് ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു സുഹൃത്തുക്കളെ ഫിജികാർട്ട്.com. ഒരു ചിത്രത്തിൽ, ഒരു ഫാമിലിയുടെ ചിത്രത്തിൽ ഒരു വ്യക്തി ഇല്ലാതായാൽ തീർന്നു കുടുംബജീവിതം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്യുന്നോളം വരില്ല ലോകത്താർക്കും, ഇല്ലേ? നമ്മുടെ ഫാമിലിന്, നമ്മുടെ മക്കൾക്ക്, അവരുടെ ഫ്യൂച്ചറിന് എന്തെങ്കിലും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബിസിനസ് എന്താണെന്നും ഇതിന് സാധ്യത എന്താണെന്നും. തീരുമാനം നിങ്ങളുടേതാണ്. ചെയ്താൽ എന്താ, ചെയ്തില്ലെങ്കിൽ എന്താണെന്നായിരിക്കും പലരുടെയും ചോദ്യം. ഒന്നും സംഭവിക്കില്ല. ചെയ്തില്ലെങ്കിൽ എന്താ, ഇതേപോലെ തന്നെ പോകും. ചെയ്താലോ ഒരു ചാൻസ് ഉണ്ട്, ശ്രമിച്ചു നോക്കാനുള്ള ഒരു അവസരമുണ്ട്. ദൈവം തമ്പുരാൻ അവസരങ്ങൾ ചിലപ്പോഴും പല രീതിയിലാണ് കൊണ്ടുതരിക അല്ലേ? ആ ഒരു അവസരത്തില് ഒന്ന് ശ്രമിച്ചു നോക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, ഞാൻ ഇന്നും പറയണോ, ഒരു അച്ഛൻ ഒരു മകളുടെ കൈ എങ്ങനെയാണോ പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരു മകന്റെ കൈ എങ്ങനെയാണോ മുറുക്കെ പിടിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെക്യൂരിറ്റി എങ്ങനെയാണോ നൽകുന്നത്,
ആ ഒരു സ്നേഹവും കരുതലും കൊണ്ട് നിങ്ങളെ കൂടെ നിർത്താൻ ഇതിലുള്ള ഓരോ ലീഡേഴ്സും ചങ്കൂറ്റത്തോടുകൂടി ഉണ്ടാവും എന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലേ. ഡിസിഷൻ നിങ്ങളുടെ സുഹൃത്തെ. നമ്മളെപ്പോഴും പറയാനുള്ള പോലെ കർമ്മം കൊണ്ട് ജന്മം കൊണ്ട് ഞാനൊരു അനാഥനായിരുന്നു, കർമ്മം കൊണ്ട് ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങാത്ത അഭിനിവേശം, എന്റെ നിശ്ചയദാർഢ്യം, എന്റെ ഡിറ്റർമിനേഷനാണ് ഇന്ന് എന്റെ ഫ്രാൻസിനെ ചക്രവർത്തിയാക്കി എന്ന് പറഞ്ഞ നെപ്പോളിയന്റെ വാക്കുകളെ പോലെയാ ഇന്ന് 23-ാമത്തെ വയസ്സിൽ 1 കോടി രൂപയുടെ വരുമാനം വാങ്ങിച്ച ഷാദുൽനാഥ് അടക്കം ഇന്ന് ഫിജിക്കാട്ടിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് പറയുന്ന റാങ്കുകളിലേക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലീഡേഴ്സ്. താങ്ക് യു.